ഭയങ്കര ഫീലായിട്ടുണ്ട്. ആശു കഴിക്കാൻ കയറി തുറക്കിയിട്ടുണ്ടായിരുന്നത്. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ഒരു ഫുൾ ഡേ ആണ് കാണിക്കാൻ പോകുന്നത്. നോർമലി ഞാൻ എങ്ങനെയാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത് എന്നെല്ലാം ഈ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. മോർണിംഗിൽ തന്നെ പോസിറ്റീവ് ആയിരിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതും ഞാൻ എന്തൊക്കെയാണ് ഫോളോ ചെയ്യുന്നത് എന്നുള്ളതും കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ ഓരോ ദിവസവും പോസിറ്റീവ് ആയിരിക്കാനും ഹെൽത്തി ആയിരിക്കാനും എനർജറ്റിക് ആയിരിക്കാനും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് നല്ലൊരു പങ്ക് തന്നെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ മോർണിംഗ് കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഹെൽത്തി ആയിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അതിന് ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ ഈ അവക്കാഡോ ഒക്കെ. ഇത് മാത്രമല്ല കേട്ടോ, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൽ ഹെൽത്തി ആയിട്ട് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഏതൊക്കെ വരും എന്നൊക്കെ ഉള്ളത് ഞാൻ ജസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. നിങ്ങളതൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ദിവസവും ഹെൽത്തി ആക്കി എടുക്കാനും അതുപോലെ തന്നെ അന്നത്തെ ആ ഒരു ദിവസം പോസിറ്റീവ് ആക്കി എടുക്കാനും നമ്മൾ എനർജറ്റിക് ആക്കി എടുക്കാനും വേണ്ടിയിട്ട് പറ്റുന്നുള്ളതാണ്. ബ്രേക്ക്ഫാസ്റ്റിൽ നല്ലൊരു പങ്ക് തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ. റെഗുലറായിട്ട് ഒരേ ടൈമിൽ തന്നെ എല്ലാ ദിവസവും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയും അതുപോലെ തന്നെ ഇത് സ്കിപ്പ് ചെയ്യാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മളെ ബോഡിയിലൊക്കെ ഒരുപാട് ചേഞ്ചസ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ആശു മോനെ, ആശു ആശു ദാ എണീക്ക് മോനെ, എണീക്ക് വാ. നോക്ക് നോക്ക് നോക്ക്, വാ 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 വാ. ആശു മോനെ എണീക്ക് വാ, നല്ല കുട്ടിയല്ലേ, വാ. അപ്പോൾ ഞങ്ങളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. പിന്നെ അടുത്ത പരിപാടിയിലേക്ക് കിടക്കുകയാണ്. അതായത് ഇന്ന് എനിക്ക് JDTയിലൊന്ന് പോകാനുണ്ട്. അവിടെ ചെറിയൊരു ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് തരികയാണ്. അവിടെ പോയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ മോർണിംഗ് റൂട്ടീനിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഞാൻ അതിനു വേണ്ടി സമയം മാറ്റി തന്നെ വെച്ചിട്ടാണ് എൻ്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്ത് പോകുന്നതും. എല്ലാ ദിവസവും മെയിൽ ചെക്ക് ചെയ്യുക, അതിനുള്ള പ്രോപ്പർ റിപ്ലൈ കൊടുക്കുക, ഗൂഗിൾ മീറ്റ് സെഷൻ വെക്കുക, അങ്ങനെ തുടങ്ങി അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഡെയിലി നമ്മൾ ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ JDTയിലേക്ക് പോകാൻ സമയമായി. അപ്പോൾ കുറച്ച് നട്ട്സും കൂടെ എടുത്ത് പാക്ക് ചെയ്തിട്ട് ഞങ്ങൾ നേരെ JDTയിലേക്ക് പോയോണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തൊക്കെ മൾട്ടി ടാസ്കിങ് ആയിട്ട് വർക്ക് ഉണ്ടെങ്കിലും നമ്മളത് കറക്റ്റ് പ്രോപ്പറായിട്ട് അതിനൊരു ടൈം ടേബിളും കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്കതിനെയൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഒരു കാര്യവും നമ്മളെ മുന്നിലേക്ക് ഒരു തടസ്സമായി നിൽക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. തലേ ദിവസം തന്നെ നാളെ എന്തെല്ലാം കാര്യങ്ങൾ എൻ്റെ മുന്നിൽ കിടക്കുന്നുണ്ട് എന്നൊരു ലിസ്റ്റ് നിങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതല്ലാതെ ഒന്നിൽ തന്നെ സ്റ്റക്കായി നിന്ന് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കാതെയും പോകും. അപ്പോൾ കറക്റ്റ് ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അതുവഴി നമ്മൾ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് വളരെ പ്ലാനിങ്ങോടുകൂടെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട്, ഏതൊരു കാര്യത്തിനും ഒരു പ്ലാനും ഒരു ടൈമും നമ്മൾ സെറ്റാക്കി കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമല്ലോ. പ്ലാൻ ഇല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഭയങ്കര റിസ്കി ആയിട്ട് തോന്നും. ആ വർക്ക് എന്തുകൊണ്ട് തീരുന്നില്ല, ഇതവിടെ സ്റ്റെക്കാണല്ലോ എന്നൊക്കെ നമുക്ക് തോന്നും. അങ്ങനെ ഞങ്ങൾ JDT കോളേജ് എത്തി. അസിനെ അവിടെ ഡ്രോപ്പ് ചെയ്ത് പോകാൻ നിൽക്കുകയാണ്. ക്ലാസ് കഴിയുന്ന സമയത്ത് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും വരും, വിളിക്കാനൊക്കെ പറയുകയാണ്. 2 ചോക്ലേറ്റും തന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ നേരെ ക്ലാസ്സിലോട്ട് പോവുകയാണ്. ഒരു 3 hours ക്ലാസ് കഴിഞ്ഞു. ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങിയ സമയത്ത് പുറത്ത് കറക്റ്റ് സമയത്തിന് എന്നെ പിക്ക് ചെയ്യാൻ അസ് വന്നിട്ടുണ്ട്. നേരെ വണ്ടിയിലോട്ട് കയറാൻ പോവാണ്.
ഈ പ്രഗ്നൻസി ടൈം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ടയേർഡാവും, നല്ല ടയേർഡായിരുന്നു. അപ്പോൾ ഒന്നും നോക്കിയില്ല, നേരെ ഹോട്ടലിലോട്ട് പിടിച്ച് ഫുഡ് കഴിക്കാൻ കയറി ഞങ്ങൾ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലോട്ടാണ് പോയത്. എന്നിട്ട് ഫ്രഷ് ആയിട്ട് പിന്നെ ഓഫീസിലേക്ക് പോകാനുണ്ട്, കാരണം അവിടെ അർജൻറ്റ് മീറ്റിംഗ് ഉണ്ട്. ഞാൻ ഇടയ്ക്കാണ് ഓഫീസൊന്ന് വിസിറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ മീറ്റിങ്ങിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോയോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഓഫീസിലെത്തി. റിസപ്ഷനിൽ 2 പേരെ മാത്രമേ കാണുന്നുള്ളൂ, ബാക്കി എല്ലാവരും നല്ല വർക്കിലാണെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ നേരെ എൻ്റെ ക്യാബിനിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ എന്തോ ഒരു പന്തികേട് എനിക്ക് തോന്നി. ഡോർ തുറന്നപ്പോൾ തന്നെ ഞാൻ ഞെട്ടി, കാരണം ഒരു കിടിലൻ സർപ്രൈസ് ആയിരുന്നു കേട്ടോ ഇവർ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. എല്ലാവരും പുറത്തേക്ക് വന്നിട്ടുണ്ട്. റൂമൊക്കെ ക്യാബിനൊക്കെ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തു, വെറൈറ്റി കാര്യങ്ങളൊക്കെ ടേബിളിൽ സെറ്റ് ചെയ്തു. എല്ലാം ഞാൻ ഭയങ്കര ഇതായിപ്പോയി, കാരണം അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു ശരിക്കും. എൻ്റെ ടീം എനിക്ക് തന്നിട്ടുള്ള ഒരു മോം ടു ബി സർപ്രൈസ് ആയിരുന്നു. എന്തായാലും അവർ വിചാരിച്ച പോലെ തന്നെ സർപ്രൈസായി. ഞാൻ ശരിക്കും ഒരു അർജൻറ്റ് മീറ്റിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഏതായാലും അടിപൊളിയായിരുന്നു കേട്ടോ. കേക്ക് വരെ ഇവർ ഹെൽത്തി ആക്കിയെന്നാണ് തോന്നുന്നത്, കാരണം നല്ല അടിപൊളി ഡെക്കറേഷനും അതുപോലെ വാട്ടർ മെലൺ വെച്ചിട്ടൊക്കെയാണ് ഇവർ കേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും സംഭവം സെറ്റായിട്ടുണ്ട്. പെട്ടെന്ന് ഇറങ്ങേണ്ടത് കൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, പെട്ടെന്ന് ടീമിനെ എല്ലാം കോൺഫറൻസ് ഹോളിലേക്ക് വിളിച്ചു, കുറച്ച് കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തു. അപ്പോഴാണ് അറിയാൻ പറ്റിയിട്ടുള്ളത്, നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന 3 വർഷമായിട്ട് നമ്മളെ കൂടെ തന്നെ നിന്നിട്ടുള്ള ടീച്ചർ പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ ഓൺലൈനിലേക്ക് മാറുകയാണെന്നുള്ള വിവരം അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ ടീമിന് എല്ലാവർക്കും ഭയങ്കര ഫീലായിട്ടുണ്ട്, കാരണം ആൾ ഒരു ഫാമിലി മെമ്പറെ പോലെ തന്നെയായിരുന്നു നമ്മളെ കൂടെ ഉണ്ടായിരുന്നത്. ആൾ നല്ല രീതിയിൽ ഇമോഷണൽ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഓഫീസിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് നൈറ്റ് ഫാമിലി ഗ്യാതറിങ് നടക്കുകയാണ്. നമ്മളെല്ലാ മാസത്തിലും ഇങ്ങനെ ഒന്ന് കൂടും എല്ലാവരുമായിട്ട്. അപ്പം ഇന്നത്തെ ഗ്യാതറിങ് നോളജ് സിറ്റി ഫെസിനിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പം ഫാമിലി എല്ലാവരും ഉണ്ട് ഇവിടെ, വെയിറ്റിംഗ് ആണ്. ഇതാണ് എൻ്റെ പൊന്നനാത്ത്, ഞങ്ങൾ അമ്മച്ചി. ഇതാരാ? ഇളച്ചി. ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. അപ്പൊ അടുത്ത ആളും എത്തിയിട്ടുണ്ട്. അപ്പൊ എല്ലാരും വന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയിട്ടുള്ള ഒരു ഫീലിങ്ങിലും സന്തോഷത്തിലൊക്കെ തന്നെയാണ് എല്ലാവരും ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചട്ടമ്പിയായി ജനിച്ചു പോയില്ലേ, ഓടാൻ പറ്റുമോ? എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. നമ്മള് സൗകര്യം കിട്ടുമ്പോ തിന്നില്ലെങ്കിൽ ഒടുവിൽ ഡയബറ്റീസ് വരുമ്പോ ഖേദിക്കും. ഇങ്ങനെ കഴിച്ചാൽ അതിന് മുമ്പ് തന്നെ ഖേദിക്കാം. ഇതുപോലെ നല്ല ഫുഡ് ഉണ്ടാക്കാൻ നമ്മുടെ പുതിയ താമസ സ്ഥലത്ത് ആ കുക്കിനോട് നീ ഒന്ന് പറയണേ. ഞാൻ വന്നവനല്ല നമ്മൾ. അപ്പൊ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ജസ്റ്റ് ഒന്ന് ഇരിക്കുകയാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഊക്കാൻ കിട്ടിയ അവസരങ്ങളാണ്. പരസ്പരം ഇങ്ങനെ ജോക്കൊക്കെ പറഞ്ഞ് ഇങ്ങനെ അടിപൊളിയായിരിക്കും കേട്ടോ ആ ഒരു ദിവസം എന്ന് പറയുന്നത്. നമ്മൾ എത്രയൊക്കെ തിരക്കുള്ളവരാണെങ്കിലും മന്ത്ലി ഫാമിലീൻ്റെ കൂടെ ഇങ്ങനെയൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര നല്ല മൊമെൻ്റ് ആയിരിക്കും കേട്ടോ, നല്ലൊരു റീഫ്രഷും ആയിരിക്കും. അതുപോലെ തന്നെ നമ്മളെ ഫാമിലി ബോണ്ടിങ് അത്രയും അടിപൊളിയായിരിക്കും. എല്ലാ മന്തിലും ഇങ്ങനെ ഒരു 1 ടൈം എങ്കിലും നമ്മുടെ ഫാമിലി ഒന്ന് ഗ്യാദർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കുടുംബത്തിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ തന്നെ സോൾവ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. പരസ്പരം നല്ല രീതിയിലുള്ള സ്നേഹം ഉണ്ടാവാനും അതുപോലെ ഒരു കുടുംബം നല്ല സ്നേഹമുള്ളൊരു കുടുംബമാക്കി മാറ്റാനും നമുക്ക് പറ്റും. അങ്ങനെ ഫാമിലി ഗ്യാദറിംഗ് ഒക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് തിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.